ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് നാട് വിട്ടാലോ എന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ നാട് വിടുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, ഞാൻ വീട്ടിൽ പോകുന്നതാണ്. കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ചേട്ടനാണ് കൊണ്ടാക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ചേട്ടൻ്റെ കൊണ്ടാക്കാൻ എന്ന് വെച്ചാൽ ബസ് കയറ്റി വിടുന്ന ചേട്ടനായിരുന്നു. പക്ഷേ ഇവിടെ കലഞ്ഞു വിടുന്ന എൻ്റെ ബസ് കയറ്റി വിടും ചില സമയത്തൊക്കെ. പിന്നെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വന്ന് തുടങ്ങിയത്. വേറെ ഒന്നുമല്ല, ചേട്ടൻ ഇടയ്ക്ക് വീണ് കാല് വയ്യ, അപ്പം നടന്നു വരേണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവിടെ തന്നെ എനിക്ക് കുറച്ച് ദിവസമൊക്കെ ജോലിക്ക് പോയപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ അത്യാവശ്യം ചെറിയ കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പൊയ്ക്കോളാന്ന്. അപ്പം അമ്മ ചോദിച്ചു ഒറ്റയ്ക്ക് പോകുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടേക്ക് വന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ മഞ്ഞത്ത് സൂര്യൻ ഇങ്ങനെ മഞ്ഞ കളറിൽ നിൽക്കണ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കണ്ടോ, ഈ സ്ഥലത്ത് വൃത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കിണറൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അവിടെ നല്ല മഞ്ഞിങ്ങനെ മൂടി വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമറയിലൊന്നും അധികം കാണാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ റബ്ബർ തോട്ടമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ നല്ല മഞ്ഞായിരുന്നു, നല്ല ഭംഗിയായിരുന്നു, അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ കുരിശുണ്ടായിരുന്നു, നമ്മുടെ സൂര്യനും കുരിശും ഒരിടത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കലഞ്ഞൂർ പള്ളിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ കമൻറ്റുകളായിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ആവണമെന്നുള്ളതും എൻ്റെ ഓരോരോ തെറ്റുകളും നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പറയാൻ കിട്ടും. പിന്നെ ഇത് നമ്മുടെ പത്തനാപുരം ബസ് സ്റ്റോപ്പാണ്. ഞാൻ ആ ബസ്സിലിരുന്ന സമയത്ത് എടുത്താണ്. പിന്നെ എനിക്ക് ആ സമയത്താണ് ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. ബസ്റ്റ് ഫ്രണ്ടിലായിട്ടാണ് ഇരുന്നത്. പിന്നെ ഇത് നമ്മുടെ പുനലൂർ കായലാണ്, കായലല്ല ആറാണ്, കായലും ആറ് എന്തോ ഒന്നാണ്, അത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സീനറിയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കണ്ടാലും മൗണ്ടൈനൊക്കെ ഇവിടെ കണ്ടാലും ഞാൻ എത്തി ഒളിഞ്ഞ് നോക്കും. നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ. അപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡ്, അതായത് പത്തനാപുരം ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പത്തനാപുരം അല്ല, പുനലൂർ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇവിടെ എത്താറായി, ഏതൊക്കെയോ സ്ഥലം എത്തി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ നോക്കി കൊച്ചെന്താ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അവർ കാണാതേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കണമൊക്കെ ഇങ്ങനെ ഷോട്ട് എടുക്കുന്നു. പിന്നെ നമ്മുടെ ചടയമംഗലം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ജഡായിപ്പാറയൊക്കെ ഞാൻ പോയിട്ടില്ല, പക്ഷേ എനിക്ക് പോകുന്നത് ഭയങ്കര ആഗ്രഹമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര പൈസയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ ഈ ഗാർഡൻ കാണിക്കുന്നത് നമ്മുടെ നിലമേ കഴിഞ്ഞിട്ടുള്ള ഗാർഡനാണ്. അത് അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഇങ്ങനെ തട്ടായിട്ട് മുകളിൽ ഇങ്ങനെ ഒരു വലിയ മരം വെച്ചിങ്ങനെ പോകും. പിന്നെ നമ്മുടെ മാവിനേര ആറ് കാണിക്കുന്നുണ്ട്. പിന്നെ വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ മെയിൻ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥലം വെഞ്ഞാറമൂടാണ്. ട്രിവാൻഡ്രത്ത് ഫുള്ള് പോകേണ്ട വെഞ്ഞാറമൂട് വന്നാൽ മതി. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പോകുന്നത് നമ്മുടെ നെടുമങ്ങാട് പോകുന്ന റൂട്ടിലോട്ടാണ് എൻ്റെ സ്ഥലം ഇരിക്കുന്നത്. അങ്ങ് നെടുമങ്ങാടൊന്നും പോകണ്ട, ഇവിടെ നിന്ന് കഴിഞ്ഞ് ഒരു 13 പോയിൻറ്റ് അത്രയേ ഉള്ളൂ. ബസ്സിലാണെങ്കിൽ പോകുന്നത് 13 പോയിൻറ്റിൽ പോയാൽ മതി. പിന്നെ അച്ഛൻ്റെ വണ്ടിയിലേക്ക് ഇരുന്ന് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പച്ചപ്പിഴപ്പായിട്ട് നോക്കുന്നുണ്ട് ഈ കൊച്ചെന്താ കാണിക്കുന്നതെന്ന്. ഞാൻ വീഡിയോ എടുക്കേണ്ടത് പിന്നീട് മനസ്സിലായത്. അപ്പോൾ അച്ഛനെ ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കട്ടെ. അപ്പോൾ അച്ഛൻ പറയും വരയൊക്കെ ഇരിക്കും, വണ്ടി ഓടിക്കട്ടില്ലേ എന്നൊക്കെ പറയും. പിന്നെ ഭയങ്കര കരുതലാണ്. ഏതെങ്കിലും വണ്ടി വന്ന് കുറേ സമയം ഇങ്ങനെ കുറുക്കെടുത്തോണ്ട് എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് അവിടെ 5 മിനിറ്റ് അവിടെ നിൽക്കും അവർക്ക് പോകാൻ വേണ്ടി. എന്നേ പയ്യേ പോകത്തുള്ളൂ, ഞങ്ങളെ കാര്യം ശ്രദ്ധിച്ചേ കൊണ്ടുപോകത്തുള്ളൂ. ഭയങ്കര ശ്രദ്ധയോടെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അതുവഴിയുള്ള ചെറിയൊരു ഇടവഴിയാണ്. ഇടവഴിയെന്ന് വെച്ചാൽ അതും അത്യാവശ്യം മെയിൻ റോഡിലൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഇതുവഴി പോയാൽ എന്ന് വെച്ചാൽ പിരപ്പൻകുട്ടി ജംഗ്ഷനിലൊക്കെ പോയി ഇറങ്ങാൻ പറ്റും. അപ്പം ഞാൻ ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ റബ്ബർ തോട്ടമാണ്. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള റോഡാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് തേരി ഇറങ്ങി പോകുന്നൊരു കുത്തമ്മിനാർ ഇണക്കത്തെ തേരിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അടുത്ത കട ജംഗ്ഷനാണ്. അപ്പം കുത്തമ്മിനാർ ഇണക്കത്തെ തേരി എന്ന് പറയാൻ കാരണം മെയിൻ നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് നല്ല തേരി പുറമായിരുന്നു. ഇപ്പോഴും അവർ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തേ ഉള്ളൂ. കുറച്ച് നാളായുള്ളൂ, ഇങ്ങനെ കുറച്ച് വർഷമായുള്ളൂ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട്. എന്നാലും അത്യാവശ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല തേരി പുറമാണ്. അങ്ങനെ ചില വണ്ടികളൊന്നും ഇവിടെ ഓട്ടോക്കാരൊന്നും വരത്തില്ല. പക്ഷെ ഞങ്ങളുടെ ചില ഓട്ടോസൊക്കെ വരും, ഞങ്ങളുടെ ചേട്ടൻ്റെ വണ്ടിയൊക്കെ വരും. ചേട്ടനൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. അതെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ടുവരുന്നൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. അപ്പം ഇനി വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. വണ്ടി അവിടെ വച്ചേക്കണമെന്ന് വെച്ചാൽ ഇവിടെ കുറേ പാറക്കല്ലേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതിസാഹസികമായിട്ടൊക്കെ പോകുന്നുണ്ട്. എളുപ്പമാവാനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പോഴാണ് നമ്മുടെ
ഈ ഇവർ പാറ കൊണ്ടൊന്നും ഇടുന്നതെന്ന് അറിയാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ഒരാഴ്ചയോളം ആ പാറ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അവർ കെട്ടിയൊക്കെ വരേണ്ട സമയമാകുമ്പോൾ ആ പാറ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് നമുക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ വന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി തന്നു. ഇവിടെ എന്നും അപ്പമാണ്. കാരണം ഇവിടുത്തെ കുഞ്ഞു ഭാവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം